ഒരു രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിൽ നാടിന്റെ നോവായി കുഞ്ഞു കല്യാണി മാറി. ഇന്നലെ രാത്രി എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ തിരച്ചിൽ നടത്തിയ സംഘമാണ് കുഞ്ഞിന്റെ മൃതദേഹം വീണ്ടെടുത്തത്. മച്ചക്കുഴി കിഴിപ്പിള്ളിൽ സുഭാഷിന്റെ മകൾ കല്യാണിയാണ് മരിച്ചത്. സംഭവത്തിൽ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മ സന്ധ്യ പോലീസ് കസ്റ്റഡിയിലാണ്. 3 വയസ്സുകാരിയെ കാണാതായെന്നറിഞ്ഞതോടെ ഇന്നലെ ഒരു നാട് മുഴുവൻ കുഞ്ഞിനു വേണ്ടി തിരച്ചിൽ നടത്തുകയായിരുന്നു. 8 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് കുട്ടിയുടെ മൃതദേഹം ലഭിച്ചത്. ഇന്നലെ രാത്രി കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നുവെങ്കിലും തിരച്ചിൽ നിർത്തിവച്ചില്ല. ചാലക്കുടി പുഴയുടെ ഏറ്റവും ഒഴുക്കുള്ള ഭാഗമായ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ഇന്നലെ അമ്മയ്ക്കൊപ്പം വൈകുന്നേരം കുട്ടി അങ്കണവാടിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലേക്കാണ് പോയത്. കുഞ്ഞില്ലാതെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. വീട്ടിലേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ചാണ് കുഞ്ഞിനെ കാണാതായതെന്നാണ് സന്ധ്യ ആദ്യം മൊഴി നൽകിയത്. പിന്നീട് പരസ്പര വിരുദ്ധമായ മറുപടിയിൽ നൽകിയപ്പോഴാണ് ചെങ്ങമ്മനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തത്. കുഞ്ഞുമായ അമ്മ പുഴയുടെ ഭാഗത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്നതായി അമ്മ സമ്മതിച്ചു. തുടർന്നാണ് പോലീസും സ്കൂബ ടീമും തിരച്ചിൽ ഊർജിതമാക്കിയത്. പോലീസ് കസ്റ്റഡിയിലുള്ള അമ്മ സന്ധ്യയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് സന്ധ്യയ്ക്കെന്ന് അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. കൊലപാതകത്തിന് പിന്നിൽ ഭർത്തൃ വീട്ടിലെ പീഡനമാണോ എന്നും അന്വേഷിക്കും. ബന്ധുക്കൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വൈകിട്ട് 6 മണിയോടെയാണ് സന്ധ്യ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്. ഒരു നാടിനെ ആകെ മുൾമുനയിൽ നിർത്തി മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ചത്. പുഴ കലങ്ങി മറിഞ്ഞൊഴുകിയതിനാൽ തിരച്ചിലിനും ബുദ്ധിമുട്ട് ഏറെയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിലവിലുള്ള പ്രോട്ടോകോളുകൾ മറികടന്നായിരുന്നു കുഞ്ഞിനായി തിരച്ചിൽ നടത്തിയത്. Subscribe to One India and never miss an update.